ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ പുതിയൊരു സാധനമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതെന്താ സംഭവം മനസ്സിലായി? ചെറിയ കുട്ടികളുള്ള എല്ലാ അമ്മമാർക്കും മനസ്സിലാവും. ഇതാണ് ക്ലേ. സംഭവം ഇതിന് 70 രൂപയുള്ളെങ്കിലും അടിപൊളി സാധനമാണ് കേട്ടോ. വെറൈറ്റി കളറിൽ ഇതാ ഈ 3 കമ്പ് കൂടിയും കിട്ടും. ഇതെന്താ സംഭവം, എങ്ങനെ ഉപയോഗിക്കാമെന്നൊന്നും എനിക്കറിയില്ല. കാണാൻ നമ്മുടെ ബടന്മാരുടെ കയ്യിലിരിക്കണ കുന്തം പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു സാധനം ഉണ്ടാക്കി നോക്കിയാലോ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തേനീച്ചേനയാണ് കേട്ടോ. അപ്പോൾ ആദ്യം മഞ്ഞക്കള എടുത്ത് ഉരുട്ടിയിട്ട് ഇതേപോലെ ഒരു ഷേപ്പ് ആക്കിയിട്ട് അതിക്ക് ഈ കമ്പിൻ്റെ അറ്റത്തുള്ള റൗണ്ട് കൊണ്ട് 2 കുഴി ഉണ്ടാക്കി കൊടുത്തു. അത് നമ്മുടെ കണ്ണ് വെക്കാനുള്ളതാണ്. ഇനി അതിൻ്റെ മേത്ത് കറുപ്പ് 2 ലൈൻ വേണം. ഇത് കാർട്ടൂണിൽ കാണുന്ന ടൈപ്പ് തേനീച്ചേന കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിൻ്റെ മേലേക്ക് 2 കറുപ്പ് ലൈൻ വേണം. അതിന് കറുപ്പ് ക്ലേ എടുത്തിട്ട് നമ്മൾ ഈ വടി കൊണ്ട് ഇങ്ങനെ മുറിച്ച് കൊടുക്കുക. അതുകൊണ്ട് ഇങ്ങനെ മുറിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, എന്നാലും ഇതിൻ്റെ കൂടെ കിട്ടിയതല്ലേ, അത് ഉപയോഗിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് വെച്ച് ഇങ്ങനെ ഒട്ടിച്ച് നോക്കി. ശരിക്കും പറഞ്ഞാൽ ഇത് ഫുള്ള് റൗണ്ട് ചെയ്ത് വരണം. ഇതിൻ്റെ പകുതി വരെ ശരിക്കും വന്നുള്ളൂ. അതിൻ്റെ അടിഭാഗത്തേക്ക് ഇനി കറുപ്പ് തകയാണ്ട് കേട്ടോ. അങ്ങനെ 2 ലൈൻ ഇടാനാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ലൈന് പകുതി വരെ വന്നുള്ളൂ. ഇത് രണ്ടാമത്തെ ലൈൻ ഇടാനുള്ള പരിപാടിയിലാണ്. അതിക്ക് വേണ്ടിയുള്ളതാണ് ഇപ്പോൾ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുക. അങ്ങനെയൊക്കെയാണ് ചെയ്യണമെന്ന് തോന്നുന്നത്. ഇതിനെക്കുറിച്ച് വലിയ ABCD അറിയുന്നെങ്കിലും നമ്മൾ അറിയാത്ത പോലെ കാണിക്കരുതല്ലോ. തേനീച്ചയ്ക്ക് 2 ലൈനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ കണ്ണുണ്ടാക്കി കൊടുക്കാം. നമ്മൾ കണ്ണിന് 2 കുഴി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നല്ലോ, ആ കുഴിക്ക് ഈ സാധനം ഇങ്ങനെ ഉരുട്ടിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഒരു കണ്ണ് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത കണ്ണ് റെഡിയാക്കാം. ഇങ്ങനെ അടുത്തതും ഇതേപോലെ കുറച്ചെടുക്കുക, ഉരുട്ടുക, അതിൽ വയ്ക്കുക. ദാറ്റ്സ് ഓൾ. ഇത്രയേ ഉള്ളൂ. സംഭവം എളുപ്പമാണ്. പിന്നെ തേനീച്ചൻ്റെ ആദ്യത്തെ വരെ അങ്ങോട്ട് താഴേക്ക് എത്താത്ത തന്നെ ഒരു ലുക്ക് അങ്ങോട്ട് തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ ബാക്കിയുള്ളത് കൂടി ഇങ്ങനെ നിവർത്തി ബാക്കി ഉണ്ടാകുന്ന ചെറിയൊരു ക്ലേ കൊണ്ട് ബാക്കി അതിലേക്ക് കൂട്ടി ചേർക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് അത് ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതുകൂടിയും വെച്ച് നോക്കിയപ്പോൾ സെറ്റപ്പ് സാധനം തന്നെ. ഇനി തേനീച്ച വെറുതെ ഇരുന്നാൽ മാത്രം പോരല്ലോ, അതിന് പറക്കണ്ടേ. അപ്പോൾ ചിറകുകൾ ഉണ്ടാക്കാം നമുക്ക്. ചിറകുകൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ വെള്ളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് വെള്ളം ഇങ്ങനെ തോണ്ടിയെടുക്കാൻ നല്ല സുഖമായിട്ട് അങ്ങനെ നമ്മളെടുത്ത പിന്നെ പാക്കറ്റ് അടയ്ക്കണം. ചിലപ്പോൾ ഇത് കട്ടയായി പോയാലും. അങ്ങനെ ആദ്യം ഒന്ന് കുഴച്ച് നിവർത്തി നല്ലൊരു ഷേപ്പ് പോലെയൊക്കെ ആക്കി ഞാൻ വെച്ച് നോക്കി. അതെനിക്കെന്തോ അത്ര മനസ്സുഖം തോന്നാത്തതാണ് ഞാൻ തിരിച്ചെടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ പകുതി അതിൽ തന്നെ ഒട്ടും ചെയ്തു. സാരില്ല, നമ്മൾ നമ്മുടെ ശ്രമം വിടരുത്. പിന്നെ ഞാൻ ഉരുട്ടി പരട്ടി എങ്ങനെയൊക്കെയോ ചെറുത് സെറ്റാക്കി വെച്ച് കൊടുത്തു. അടിപൊളി. അങ്ങനെ അടുത്ത ചിറകിന് വേണ്ടി വീണ്ടും കുറച്ചെടുക്കുന്നു, പിന്നെയും ഉരുട്ടുന്നു, പരട്ടുന്നു, വെക്കുന്നു. അങ്ങനെ നെക്സ്റ്റ് ചിറകും റെഡി. അങ്ങനെ 2 ചിറകൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ മെയിൻ സംഭവം. തേനീച്ചയ്ക്ക് നമ്മൾ കണ്ണിൽ 2 കുത്തിട്ട് കൊടുക്കണം. കൃഷ്ണമണി വേണ്ടേ? കൃഷ്ണമണി എങ്ങനെയുണ്ട്? സൂപ്പറായോ? കയ്യിലിരുന്ന് ഓടിപ്പോകാൻ നോക്കുക കൊച്ചു കള്ളൻ. അങ്ങനെ ഇതാണ് നമ്മുടെ തേനീച്ചൻ്റെ ഫൈനൽ ലുക്ക്. നമ്മൾ ഫാബ്രിക് പെയിൻറ് കൊണ്ടാണ് കേട്ടോ ഈ കൃഷ്ണമണി, പിന്നെ അതുപോലെ സ്കെച്ച് കൊണ്ടാണ് സ്മൈലൊക്കെ ചെയ്ത് കൊടുത്തത്. അപ്പോൾ എങ്ങനെയുണ്ട്? അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ ബൈ.